ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുംബൈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 26 റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടോ ബിരിയാണി മാത്രം. അപ്പോൾ പല സ്ഥലത്തെ ബിരിയാണികളും കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ, അതിൻ്റെ മസാലയൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കിലോ അരി 1 കിലോ ചിക്കൻ എന്നുള്ള അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ ഓയിലിക്ക് തന്നെ നമ്മൾ ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് മണിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ ബിരിയാണിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എല്ലാ മസാലകളും പൊടിക്കാതെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉള്ളി എന്ന് പറയുന്നത് സവാളയാണ് കേട്ടോ. ചില ഭാഗത്ത് സവാള എന്നാവും പറയാം. ചിലർ ചോദിക്കാറുണ്ട് ഉള്ളി സവാള അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിന്ന് തന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ തന്നെയാണ് പറയാറുള്ളത്. സവാള എന്നങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യിലൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് എടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ, എല്ലാം കൂടെ ചതച്ചത് 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വെളുത്തുള്ളീൻ്റെ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള എടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. പച്ചമുളകും മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാലയിൽ കുരുമുളകിൻ്റെ ആ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും അത്യാവശ്യത്തിന് എരിവുള്ള ബിരിയാണി തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയുടെ ആവശ്യമുള്ളൂ. നമ്മൾ തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്രയും പുളിപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഈ തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ പെട്ടെന്നാവുള്ളൂ. അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് ആയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ബിരിയാണി മസാല തന്നെയാണ് കേട്ടോ. 2 ടീസ്പൂൺ നിറയെ ഞാൻ മസാല ചേർക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലാണെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഈ മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി അത്യാവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. അത്യാവശ്യം എരിവിന് വേണ്ടവരാണെങ്കിൽ അങ്ങനെ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കന് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ടൊന്നല്ല ചേർക്കണം കേട്ടോ, പച്ചക്ക് തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വന്നാൽ കറക്റ്റ് ഉപ്പുണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ. ഈ ഒരു ബിരിയാണിയുടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ഇത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കേണ്ട, കുറച്ച് ടൈമൊന്ന് അടച്ചു വെച്ചിട്ട് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കുക കേട്ടോ. വേണമെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതോ അല്ലെങ്കിൽ മുളക് പൊടിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു മീഡിയം പുളിപ്പുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ലപോലെ തൈര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കാറില്ല. ചിക്കൻ ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കണ്ട കേട്ടോ, കുറച്ച് സമയമൊന്നും അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയില പുതിനയിലാണ്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ, രണ്ടും സെപ്പറേറ്റ് അല്ല. അപ്പോൾ ഒരു കൈപ്പിടിക്ക് അത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിൽ നമ്മൾ കറിവേപ്പിലൊന്നും ചേർക്കൂല കേട്ടോ, കറിവേപ്പില ചേർക്കൂല. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് മസാലപ്പൊടികൾ അധികം ചേർക്കാറില്ല, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല. അതുപോലെ നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കണ്ട, മല്ലിയില പുതിനയില മാത്രം മതി. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ബസ്മതി റൈസാണ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുള്ളതാണ് ചോറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഒരുപാട് കാണിച്ചുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാത്തത് കേട്ടോ. സാധാരണ നമ്മൾ വെള്ളം കൂടുതലായിട്ട് വെച്ചിട്ട് അരി ഇട്ടിട്ട് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുള്ള ചോറാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വെന്തുടയരുത് കേട്ടോ ചോറ്. ഒരു 3/4 വേവാകുന്ന സമയത്ത് ഊറ്റി വെച്ചിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ബിരിയാണി ഇതുപോലെ ലെയർ ചെയ്തിട്ട് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറിൽ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, അതുപോലെ കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞത്, അതുപോലെ നമ്മൾ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണി മസാലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ആവും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് സാധാരണ ഗരം മസാലിനേക്കാളും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ചോറും നമ്മളിതുപോലെ ലെയറുകളാക്കിയിട്ട് ഫൈനലി നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മഞ്ഞളൊന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ കുങ്കുമപ്പൂവ് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി, കളറിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമ്മൾ ചെറിയ തീയിലിട്ടിട്ടാണിത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് മിക്സ് ചെയ്തിട്ട് വിളമ്പിയെടുക്കാം. ഒരുപാട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇട്ട് ഉടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിക്ക് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങനെ കോരി വിളമ്പിയാൽ മതി. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇനി അത് ബിരിയാണിയിൽ നിർബന്ധമുള്ളവരാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.